ഹായ്, SBR ഉള്ളല്ലോ. നിങ്ങൾ അറിയാത്തൊരു നല്ല വാർത്തയെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. നിങ്ങൾ അറിഞ്ഞു? ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ലോകത്താകമാനം എടുത്ത് പരിശോധിച്ചാൽ ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ രാജ്യത്ത് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പേര് നിർദ്ദേശിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനിടയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായ പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കരുതലിൻ്റെ ഒരു മാതൃകയായിട്ട് വേണം അതിനെ കാണാൻ. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് പലപ്പോഴും കുട്ടികൾ അപകടത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ ഈ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് ഇന്നത്തെ കാലത്ത് പലതും പാവപ്പെട്ട വീടുകളിൽ വളരുന്ന കുട്ടികളാണല്ലോ അല്ലേ. ആ കുട്ടികളുടെ ഇപ്പോൾ എന്തെങ്കിലും അപകടത്തിൽ പരിക്ക് പറ്റിയാൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് സഹായകരമാകുന്ന രീതിയിലേക്ക് ഒരു വലിയ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എന്തൊരു വിപ്ലവകരമാണ്. നമ്മുടെ നാട്ടിൽ അത് ചർച്ചയാകേണ്ട ഒരു കാര്യമല്ലേ. നമ്മുടെ കുട്ടികളെ എത്ര കരുതലോടുകൂടിയാണ് ഒരു സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം. അത് ഏത് കാര്യത്തിലെടുത്ത് നോക്കിയാൽ, നിങ്ങൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അംഗനവാടികളിൽ ബിരിയാണി മുട്ടയൊക്കെ കൊടുക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ, അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കി. നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിക്കാം. എവിടെയുണ്ട് മാതൃക? നല്ല ഒരു ചർച്ചയാക്കേണ്ട, ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമല്ലേ. ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം സാർവത്രികമാക്കിക്കൊണ്ട് എല്ലാ പേർക്കും അത് ഉറപ്പാക്കാൻ വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നതിനെ കരുതിക്കൊണ്ട് നിങ്ങൾ പഠനം വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയില്ല. കോളേജ് തലം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൗജന്യമായി പഠിക്കാം. അങ്ങനെയുള്ളൊരു പദ്ധതി നടപ്പാക്കിയിട്ട് അതോ ചർച്ചയാക്കിയില്ല. എന്നാൽ ഈ കുട്ടികൾക്ക്, സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊരു കുടുംബത്തിൻ്റെയും ജീവിതം താളം തെറ്റിപ്പോകുന്നതാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ മതിയായ ചികിത്സകൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മനുഷ്യരെ അല്ലെങ്കിൽ അത്തരം രക്ഷിതാക്കൾ ഇന്നും ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. കുട്ടികൾക്ക് അത്രയും നല്ല മികച്ച ചികിത്സ കൊടുക്കാൻ പറ്റാത്തതുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ജീവൻ അപകടത്തിലായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റപ്പെടേണ്ടതുണ്ട്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ചികിത്സ ലഭിക്കേണ്ടതാണ്. നാളെയുടെ തലമുറയായിട്ടുള്ള നമ്മുടെ കുട്ടികളെ ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാനോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കാൻ, ഒരു അപകടത്തിൽപ്പെട്ടാൽ ചികിത്സിക്കാൻ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ എത്ര അല്പന്മാരാണിവർ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ഇൻഷുറൻസ് സർക്കാർ തലത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നതാണ്. സ്കൂൾ തലം തൊട്ട് തന്നെ കുട്ടികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനം, അതിൻ്റെ പേര് നിർദ്ദേശിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മന്ത്രി പോസ്റ്റ് ഇട്ടിരുന്നിട്ടുണ്ട്. അത്തരം മികച്ച പദ്ധതികൾ നമ്മുടെ നാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇതിനെല്ലാം അപഹസിക്കുകയും പരിഹസിക്കുകയും ഒരു സംവിധാനം ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് പോരാ, ജാതിക്കും മതത്തിനുമാണ് നമ്മളിതെല്ലാം അടിയറ വയ്ക്കേണ്ടതെന്ന് പറയുന്നിടത്ത് മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ആ മനുഷ്യർക്ക് വേണ്ടി, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, എല്ലാത്തരം മനുഷ്യർക്കും, പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന എല്ലാത്തരം മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന ആ ഒരു നന്മ നിറഞ്ഞ പദ്ധതിയെ നമ്മൾ കൈയടിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. നിങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങളുടെ മക്കളുടെ ആ ഇൻഷുറൻസ് കവറേജ് കിട്ടി എന്ന് ഉറപ്പാക്കണം. അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്ന് മാത്രമാണ് ഒരു മികച്ച പദ്ധതിയെക്കുറിച്ച്, മാധ്യമങ്ങൾ ഒളിപ്പിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനുള്ളത്.